നിലപാട് വ്യക്തമാക്കുന്ന ഭരണകൂടങ്ങളും തമ്മിൽ തല്ലുന്ന ചേളാരിയിലെ വിലാപഗീതവുമാണ് ഇനി കേൾക്കുന്നത്. നോളജ് സിറ്റി സകല ജനങ്ങൾക്കും പ്രയോജനം കിട്ടുന്ന ഒരു പ്രൊജക്ട് എന്ന നിലയിൽ ഇതിനാവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയുന്നു, ഇത് പൊതുമേഖലയിലെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിലും ഇതിന്റെ പ്രയോജനം ഈ കേരളത്തിലെ ജനങ്ങൾക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാവർക്കും പ്രയോജനം കിട്ടുന്ന ഒരു പ്രോജക്റ്റ് എന്ന നിലയിൽ ഇതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ആവശ്യപ്പെട്ട ഒരു കാര്യം റോഡിന്റെ കാര്യമാണ്. ഞാൻ അപ്പോൾ തന്നെ ഇബ്രാഹിം കുഞ്ഞുമായി സംസാരിച്ചു. നിങ്ങളുടെ MLA ആ കാര്യം ഇവിടെ പറഞ്ഞു. ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 2 MLAമാരും ഇവിടുണ്ട്. അവര് നിയോജക മണ്ഡലത്തിന്റെ കാര്യത്തിൽ വളരെ താല്പര്യമെടുക്കുന്നവരാണ്, മോയിൻകുട്ടിയും ഉമ്മർ മാസ്റ്ററും. അപ്പോൾ ഗവൺമെന്റ് ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അഭിമാനകരമായ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് വരുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സഹായ സഹകരണങ്ങൾ നൽകേണ്ടത് നമ്മളുടെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. അതിന് ആവശ്യപ്പെട്ടത് റോഡിന്റെ കാര്യമാണ്. ഞാനത് ശ്രീ ഇബ്രാഹിം കുഞ്ഞുമായി സംസാരിച്ചു. അടിവാരം കാരിശ്ശേരി റോഡ്, അടിവാരം ചെമ്പുകടവ് നെല്ലിപ്പൊഴി പുല്ലുരാംപാറ പുന്നയ്ക്കൽ കൂടരഞ്ഞി വഴി കാരിശ്ശേരി. ഈ കാരിശ്ശേരി ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ MI ഷാനവാസ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഈ കാര്യങ്ങളിലൊക്കെ വളരെയേറെ താല്പര്യം കാട്ടുന്നയാളാണ്. അദ്ദേഹം എയർപോർട്ട് മുതൽ ഇങ്ങോട്ട് ബന്ധപ്പെടുത്തി വയനാട്ടിലേക്ക് പോകാനുള്ള റോഡ് അതും ഇതിന്റെ കൂടെ ഇതാക്കുക. അപ്പോൾ അടിവാരം മുതൽ കാരിശ്ശേരി വരെയുള്ള റോഡ് നന്നായി കഴിഞ്ഞാൽ ഈ നോളജ് സിറ്റിക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗവുമായി ബന്ധപ്പെടുന്നതിന് അവസരം കിട്ടും. എയർപോർട്ടിൽ നിന്ന് വയനാട്ടിലേക്കുള്ള റോഡിന്റെ അതിന്റെ പൂർത്തീകരണവും ആകും. അപ്പൊ MLAമാരിവിടെ ഉണ്ട്, MP ഉണ്ട്, മന്ത്രിയുണ്ട്. ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട ഈ കാര്യത്തിന് അനുമതി നൽകിയ വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. എന്നാൽ ചേളാരി സമസ്ത സെക്രട്ടറി കോട്ടുമൽ ബാപ്പു മുസ്ലിയാർ കുടയും പിടിച്ച് തന്റെ സന്തത സഹചാരിയായ മുസ്തഫ മുണ്ടുപാറയടക്കം ഏതാനും അനുചരന്മാരെയുമായി അനന്തപുരിയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തി കേണപേക്ഷിച്ചപ്പോൾ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കരുതെന്ന്. സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ മഹനീയ സാന്നിധ്യത്തിലാണത്രേ ഈ അപേക്ഷയുണ്ടായത്. പക്ഷേ തന്റെ മന്ത്രിസഭയിലെ 1/2 ഡസൻ മന്ത്രിമാരെയും കൂട്ടി കൈതപ്പൊയിലിലെ പ്രവിശാലമായ പദ്ധതി പ്രദേശത്ത് താൽപര്യപൂർവ്വം എത്തിയ മുഖ്യമന്ത്രി നോളജ് സിറ്റിയെ കണക്കറ്റ് പ്രശംസിക്കുകയും ചെയ്തു കളഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയും ഈ പദ്ധതിക്ക് കൂട്ടുനിൽക്കുന്ന മന്ത്രിമാരും MLAമാരും നിലപാട് വ്യക്തമാക്കാതെ പറ്റില്ല. നോളജ് സിറ്റിക്കെതിരെ കോടതിയെ സമീപിച്ച ചേളാരി വിഭാഗം നേതാവ് കേസിന്റെ സൂത്രധാരകൻ മുസ്തഫ മുണ്ടുപാറയുടെ വിലാപം കേൾക്കുക. ആ നോളജ് സിറ്റി എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിന് വേണ്ടി അവിടെ പോയി അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമ്മുടെ മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് ആദരണീയനായ സമസ്ത ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ഉസ്താദ് കോട്ടുമൽ ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്തയുടെ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ കണ്ടപ്പോ ആദരണീയനായ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും ബഹുമാന്യനായ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും പ്രമുഖനായ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയും സാക്ഷി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, CM അതൊരു തട്ടിപ്പാണ്, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്, ആ തട്ടിപ്പിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ന് മുൻകൂട്ടി ആ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് CMന്റെ ചേംബറിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ പ്രതിനിധികൾ പറഞ്ഞുവെങ്കിൽ അത് ധിക്കരിച്ചുകൊണ്ടാണ് ഭരണകൂടത്തിന്റെ ആളുകൾ മന്ത്രിമാർ കൈതപ്പൊയിലേക്ക് പോയിട്ടുള്ളത്. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ആളുകൾ ധാർമ്മികമായ നിലപാടെന്ത് എന്നവർ വ്യക്തമാക്കേണ്ട ബാധ്യത അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത് സരിതയേക്കാൾ വലിയ തട്ടിപ്പാണ്, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്. ആടുതേക്ക് മാഞ്ചിയത്തെക്കാൾ വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അവിടെ പോയി അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ട
ഒത്താശ ചെയ്തു കൊടുത്ത മന്ത്രിമാരും MLA-മാരും ഈ കാര്യത്തിലുള്ള നിലപാട് ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നോളജ് സിറ്റി ആരംഭിക്കുകയാണെന്ന് മർക്കസും കാന്തപുരവും പ്രഖ്യാപിച്ചപ്പോൾ അതിനായി ദുനിയാവിലെവിടെയും 5 സെന്റ് ഭൂമിയില്ലെന്നാണ് സാക്ഷാൽ തോട്ടുമുക്കം പ്രഖ്യാപിക്കുന്നത്. തോട്ടുവിന്റെ വിലാപം കേൾക്കുക. നോളജ് സിറ്റി എനിക്ക് മനസ്സിലായോ ഇല്ലേ? നോളജ് സിറ്റി മനസ്സിലായില്ല? ദുനിയാവിലെവിടെയാണ് 5 സെന്റ് ഇല്ലാന്ന്. ഈ നോളജ് സിറ്റി എന്ന് പറഞ്ഞ ഷേറെ മുബാറക് മസ്ജിദിന്റെ പരിസരത്ത് കാണുന്ന പഞ്ചനക്ഷ സംവിധാനല്ലേ, അതാണ് ഈ നോളജ് സിറ്റി. നോളജ് സിറ്റി എനിക്ക് മനസ്സിലായോ ഇല്ലേ? നോളജ് സിറ്റി മനസ്സിലായില്ല? ദുനിയാവിലെവിടെയാണ് 5 സെന്റ് ഇല്ലാന്ന്. ഈ നോളജ് സിറ്റി എന്ന് പറഞ്ഞ ഷേറെ മുബാറക് മസ്ജിദിന്റെ പരിസരത്ത് കാണുന്ന പഞ്ചനക്ഷ സംവിധാനല്ലേ, അതാണ് ഈ നോളജ് സിറ്റി. എന്നാൽ തുടക്കത്തിൽ തന്നെ 125 ഏക്കർ ഭൂമി വിലക്ക് വാങ്ങി പദ്ധതിയുമായി മർക്കസ് മുന്നേറിയപ്പോൾ നാട്ടുകാർക്ക് പുതിയ ഈ അവതാരത്തിന്റെ മുന്നറിയിപ്പ് വെറുതെ പണം മുടക്കി കുടുങ്ങണ്ടത്രേ. നോളജ് സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ? കൈതപ്പൊയിൽ. എന്ത് സിറ്റിയാണോ കൈതപ്പൊയിൽ വരാൻ പോകുന്നത്? നോളജ് സിറ്റി. ആരെങ്കിലും അതിന് റിയൽ എസ്റ്റേറ്റ് പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ മുടക്കിയാൽ മതി. അത് കിട്ടൂല, ഇനി കൂടുതൽ മുടക്കും വേണം. അവിടെ ഫ്ളാറ്റുകൾ ഉയരാൻ പോവാണ്. എവിടെ? നോളജ് സിറ്റി. എന്താ കാരണം? പല രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വന്നിട്ട് ഇവിടെ താമസിക്കാൻ പോകുന്നു, പഠിക്കാൻ പോകുന്നു, വലിയ കച്ചവടം നടത്തുന്ന. ഇത് കള്ളം തോട്ടവരോട് പറഞ്ഞിരുന്നു വേണ്ടല്ലോ. നിങ്ങളടുത്തല്ല RC അല്ലെ? RC തൊട്ടടുത്തല്ലേ? ആണ്. ലോകതലത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ പിന്നെ എൻട്രൻസ് ചെയ്ത കുട്ടികൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ വരുന്നത് അല്ലെ? ഇപ്പുറത്ത് KMCT മെഡിക്കൽ കോളേജിലും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് RC എന്ത് കച്ചവടം നടക്കണേ? നിങ്ങളൊന്ന് പറയും. ഒരു സിറ്റി ആവുന്നുണ്ട് ഇവിടെ. വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടാണ്ടോ? RC വന്നിട്ട് വർഷത്തിലായി. കൊടുവള്ളി വികസിച്ച വികാസം കൂടി നമ്മൾ RC കിട്ടിയിട്ടില്ല. കിട്ടിയണോ? ഇല്ല. വെറുതെ ആളെ പറഞ്ഞ് പറ്റിക്കാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും നാട്ടുകാർ മർക്കസിനൊപ്പം ഉണ്ടാകുമെന്ന് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി നീർവേലിൽ. ഇനിയും നമ്മൾക്ക് എന്തൊക്കെയാ ഇവിടെ ചെയ്യാൻ പോകുന്നത്, എത്ര വേഗത്തിൽ നടക്കും? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കരുണയുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് നടക്കും പ്രസിഡന്റ് എന്ന് എന്നോട് പറഞ്ഞപ്പം ഞാനത് ഓർത്തുപോയി. ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ ഇത് പെട്ടെന്ന് നടത്താനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചു. കാരണം അത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസം ഇപ്പൊ ബോധ്യമായി. അതുകൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും കോടഞ്ചേരി പഞ്ചായത്ത് ഉസ്താദിന് ഇവിടെ എന്തെല്ലാം നടക്കണോ അതിനുള്ള നിയമവ്യവസ്ഥയിൽ നടത്താനുള്ള സംവിധാനം കോടഞ്ചേരി പഞ്ചായത്ത് ചെയ്തു തരും. പിന്നെ എനിക്ക് ഉസ്താദിനോടൊരു കാര്യമേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഉസ്താദിന് ചെയ്യാൻ സാധിക്കും. അതിന് ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദൈവം എല്ലാവിധ അനുഗ്രഹവും ചെയ്തുകൊണ്ട് ഇതിന്റെ പണി പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ഉസ്താദിൽ കൂടെ നടക്കട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു. നന്ദി. അവസാനം പച്ച തേടിപ്പോയ ആ വന്യജീവിയും കാട്ടിലൊളിച്ചതോടെ തമ്മിൽ തല്ല് രൂക്ഷമായിരിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കേൾക്കുന്നത്. പിരിച്ച കാശ് നഷ്ടമായതിനെ ചൊല്ലി വിലാപവും കൂട്ടക്കരച്ചിലും തുടർന്നുകൊണ്ടേയിരിക്കും.